ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ട്രെയിനർ നന്നായിട്ട് നന്ദുവിനെ ട്രെയിനിങ് സമയത്ത് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നന്ദുവിന് മനസ്സിലാവുകയാണ് കേട്ടോ, നമ്മുടെ ട്രെയിനർ മധുവും വേണുവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചിട്ട്. അങ്ങനെ ട്രെയിനർ ട്രാൻസ്ഫറായൊക്കെ പോകുന്നുണ്ട്. അതിനൊക്കെ ശേഷം നന്ദു ട്രെയിനിങ് ഒക്കെ നല്ല വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റിംഗ് ഒക്കെ കിട്ടുകയാണ്. അങ്ങനെ സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടുന്ന നന്ദു ആദ്യം തന്നെ 8ൻ്റെ പണി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അനാമികയ്ക്കും വേണുവിനും ഒക്കെയാണ് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനർ മധുസൂദനനും അതുപോലെ വേണുവും തമ്മിൽ നല്ല കണക്ഷൻ ആണെന്നുള്ള കാര്യം ട്രെയിനർ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോഴേ നന്ദുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇയാൾക്ക് എന്തോ ഒരു വൈരാഗ്യം തന്നോടുണ്ട്. വെറുതെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഉപദ്രവിക്കുകയാണ്. താൻ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കരുതെന്നുള്ളൊരു വിചാരം അയാൾക്കുണ്ട്. അപ്പോൾ അതെന്തോ മുൻധാരണയുടെ പുറത്താണെന്നുള്ളൊരു കാര്യം നമ്മുടെ നന്ദുവിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിനറുടെ ശല്യം സഹിക്കവയ്യാതെ നന്ദു ആദർശിനോടും നയനയോടും കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ആദർശ് മുത്തശ്ശനെ കൊണ്ട് മുകളിൽ അന്വേഷണം നടത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിനർ വേണുവിനെതിരെ അന്വേഷണം വരികയും അന്വേഷണത്തിൽ വേണു നല്ല രീതിയിൽ തന്നെ നന്ദുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അവിടെ ട്രെയിനിങ് ക്യാമ്പിലുണ്ട് ഉള്ള ഓരോരുത്തരെയും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം മനസ്സിലാകുന്നുണ്ട് എല്ലാവരും ഈ മധുവിന് ട്രെയിനറിനെതിരെയാണ് മൊഴി കൊടുക്കുന്നത്. നന്ദുവിനെ നല്ല രീതിയിൽ അവിടെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ തന്നെ ട്രെയിനറെ ആ ക്യാമ്പിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കേട്ടോ. ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് കട്ടയും പടയൊക്കെ മുടക്കിയെടുത്ത് ഇറങ്ങുകയാണ് നമ്മുടെ ട്രെയിനർ മധു. ആ സമയത്ത് നന്ദുവിനും കൂട്ടുകാർക്കൊക്കെ നല്ല സന്തോഷമാവുകയാണ്, ഇയാളൊന്ന് പോയി കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ. പക്ഷേ ട്രെയിനർ വേണു മധു ആണെങ്കിൽ വന്നിട്ട് നമ്മുടെ നന്ദുവിനെയൊക്കെ ഒന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. ചെറിയ തോതിലൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് തന്നെയാണ് പോകുന്നത്. അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നന്ദുവിൻ്റെ ആൾക്കാരുടെ ബലം കൊണ്ടാണ് തനിക്ക് ഈ ട്രാൻസ്ഫർ ഉണ്ടായതെന്നുള്ള കാര്യം. അങ്ങനെ പോകാൻ നേരം വേണുവായിട്ട് സംസാരിക്കുകയാണ്. അപ്പം വേണു ചോദിക്കുന്നുണ്ട്, എന്താണോ ഇത്, താൻ എവിടെ പോവാ? പണി കിട്ടി, എനിക്കാ പണി കിട്ടിയത്, അവൾക്ക് പണി കൊടുക്കാൻ പറ്റിയിട്ടില്ല, എന്നെ അവൾ ട്രാൻസ്ഫർ അടിപ്പിച്ചു എന്ന് പറയാണ്. അവളുടെ ബന്ധങ്ങൾ വച്ചിട്ടാണ് ഇങ്ങനെ ഒരു പണി നടത്തിയത്, അവൾ ചില്ലറക്കാരിയൊന്നും അല്ലെന്നൊക്കെ ഈ ട്രെയിനർ വേണുവിനോട് പറയാം. അപ്പം വേണു ചോദിക്കുന്നുണ്ട്, അപ്പം തന്നെക്കൊണ്ടൊന്നും സാധിച്ചില്ല, അവളെ ഇവിടുന്ന് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പറപ്പിക്കാനൊന്നും തനിക്ക് പറ്റിയില്ലല്ലേ എന്ന് പറയുമ്പോൾ അയാൾ പറയാം, ഞാനെങ്ങനെ പറപ്പിക്കാനാ, അവൾക്ക് അതിലും ഉന്നതങ്ങളിൽ നല്ല പിടിപാടുണ്ട്, അത് വെച്ചിട്ടാ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു നോക്കിയതാ, ഒന്നും നടക്കില്ല എന്ന് പറയാം. അപ്പം നമ്മുടെ വേണുവിന് ആകെപ്പാടെ നിരാശയായി പോവുക, കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. ശരി എന്നാൽ താൻ ചെല്ല്, ട്രാൻസ്ഫർ അല്ലേ തനിക്ക്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ധാരണയൊന്നും ഇല്ലാതെ പോവുക. അപ്പം നമ്മുടെ ട്രെയിനർ അത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെ എപ്പോഴാണ് ഇനി ട്രീറ്റൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വേണുവിന് ഒരു താല്പര്യം ഇല്ലാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ നന്ദുവും തുഷാരയും കാണുന്നുണ്ട്. അപ്പം നന്ദു തുഷാരയോട് പറയുന്നുണ്ട്, വെറുതെ ഒന്നും അല്ല ഇയാൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇയാൾ എന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന്, അത് വെറുതെ ഒന്നും അല്ല, അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്നെ കൊല്ലാൻ നടക്കുന്ന ഒരുത്തിയുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അനാമിക, അവളുടെ അച്ഛനാ അത്, വേണു, അയാളും ഈ ട്രെയിനറും തമ്മിൽ നല്ല കണക്ഷനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു പണി വന്നുകൊണ്ടിരുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ. എന്തായാലും ട്രെയിനറിന് ട്രാൻസ്ഫറായി, ഇനി ഞാനൊന്ന് SI ആയിട്ട് പുറത്തിറങ്ങട്ടെ, വേണുവിനുള്ള പണി കൂടി പുറകെ ഞാൻ കൊടുത്തോളാന്ന് പറയാം. അപ്പോൾ തുഷാരയും പറയുന്നുണ്ട്, ശരിയാ, നീ അയാൾക്ക് പണി കൊടുക്കണം, അയാളല്ലേ നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം തകർക്കുന്നത്, നിൻ്റെ ജീവിതവും തകർക്കുന്നത്, അതുകൊണ്ട് നീ SI ആയി കഴിയുമ്പം ആദ്യത്തെ പണി അയാൾക്ക് തന്നെ കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേ നന്ദു മനസ്സിൽ അതൊക്കെ അങ്ങ് കണക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വേണുവിനാണെങ്കിലും അനാമികയ്ക്കാണെങ്കിലും രേവതിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. വേണുവാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പറയുക അനാമികയോടും രേവതിയോടും, ആ ട്രെയിനിങ് ക്യാമ്പിൽ അവളെ പായിക്കാൻ പോയ ട്രെയിനറെ അവിടുന്ന് പായിച്ചു, അയാൾക്ക് ട്രാൻസ്ഫറായി, അയാൾ പോയി. നന്ദു, അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ, വേറെ ആരുമല്ല സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മൂർത്തി സാറാണെന്ന് പറയാം. അപ്പോൾ അനാമിക ചോദിക്കുക, മുത്തശ്ശൻ എന്താ പീറ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുത്തശ്ശൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ലല്ലോ എന്ന് പറയുമ്പം അനാമിക പറയാം, അപ്പോൾ അച്ഛാ ഇനിയിപ്പോൾ അവൾ SI ആയിട്ടെങ്ങാനും വരുമായിരിക്കുമല്ലേ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, അതിനൊന്നും സംശയമില്ല, അവൾ ആ ക്യാമ്പിൽ ഏറ്റവും മിടുക്കി, അവൾ മുൻനിരയിൽ തന്നെയാണ് നിൽക്കുന്നത്, പിന്നെ
മധു അയാൾ കാരണമാണ് ഇത്രയും നാളും അവളെ കഷ്ടപ്പെട്ടതെങ്കിലും ചെയ്തത്. ഇനിയിപ്പോൾ ആ വരുന്ന ആൾ അവളെ പുകഴ്ത്തുകയേ ഉള്ളൂ. അവൾക്ക് നല്ല നല്ല സ്ഥലത്ത് തന്നെ പോസ്റ്റിങ് കിട്ടുകയും ചെയ്യുമെന്ന് പറയാം. അപ്പോൾ അനാമിക പറയാം, നമുക്ക് പണിയാവുമല്ലോ. അവൾ SI ആയിട്ട് വരുമ്പം നമ്മുടെ പഴയ കേസുകളൊക്കെ എടുത്ത് പൊക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്ത് കിടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അനന്തപുരിയിൽ നമ്മളങ്ങ് നിന്ന് നാറുകയും ചെയ്യും എന്ന് പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ എന്ത് പറയാനാ, വരാനുള്ളത് വരട്ടെ, അവിടെ വരുമ്പം അതിൻ്റെ ബാക്കി അന്നേരം കാണാം നമുക്ക് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവർ. അങ്ങനെ നന്ദു ഇനിയിപ്പോൾ ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല കേട്ടോ. അതേസമയം അനാമിക വീട്ടിലേക്ക് ചെല്ലാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ അനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അനി ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു. ട്രെയിനർ മധു അനാമികയുടെ അച്ഛൻ്റെ സുഹൃത്താണെന്നുള്ള കാര്യം വരെ അറിഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് അനാമിക ആകെപ്പാടെ മടിച്ച് ടെൻഷൻ അടിച്ചൊക്കെ കയറി ചെല്ലുക. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായല്ലോ. അതുകൊണ്ട് ആകെ അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എവിടെ പോയത് അനാമിക എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അനിയത്തി ആ ട്രെയിനറെ കൂടെ ട്രാൻസ്ഫർ എടുപ്പിച്ചു. ഇവിടെയുള്ളവരുടെ സപ്പോർട്ടാണ്. അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മുത്തശ്ശന് നാണയില്ലേ? അനിയാണെങ്കിൽ 24 മണിക്കൂറും അവളുടെ പുറകെയാണ് നടക്കുന്നത്. എന്നിട്ടും മുത്തശ്ശനും ഈ വീട്ടിലുള്ളവരും അവളെയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ട്രെയിനറെ അവിടെ ഓടിച്ച് അവളെ സംരക്ഷിച്ചത് മുത്തശ്ശനല്ലേ എന്ന് ചോദിക്കുക. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അതിന് നീ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ അനാമികയെ? നന്ദുവിനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങളത് മുത്തശ്ശനോട് പറഞ്ഞു. മുത്തശ്ശൻ ആ കാര്യത്തിൽ ഒരന്വേഷണം നടത്താമെന്ന് പറഞ്ഞ് അങ്ങനെ അന്വേഷണം നടത്തി. അതിനെന്താ പ്രശ്നമെന്നോ നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ലേ? അല്ലേലും നിൻ്റെയൊക്കെ കുടുംബത്തിലുള്ളവരെ സംരക്ഷിക്കാനാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിക്കും താല്പര്യം. അനിയാണെങ്കിൽ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നതൊന്നും നിങ്ങൾക്കറിയില്ലേ? അവളാണെങ്കിലും അനിയെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അനി എൻ്റെ ഭർത്താവാണെന്നുള്ള കാര്യം നിങ്ങളാരും മറക്കരുത്. അങ്ങനെ ഒരു കാര്യവും പ്രശ്നങ്ങളും ഈ കുടുംബത്തിലുണ്ടാകുമ്പം നന്ദുവിന് വേണ്ടി സംസാരിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും മടിയില്ലേന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ മുത്തശ്ശനും മുത്തശ്ശി ഇത് കേട്ടോ വരുന്നത്. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, എന്താ അനാമിക മോളെ പ്രശ്നം? എന്താ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരും. അനാമിക പറയാണ്, നന്ദുവിൻ്റെ ട്രെയിനറെ മാറ്റിയത് മുത്തശ്ശനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അതിന് മോക്കെന്താ പ്രശ്നം? എന്താ നന്ദുവിൻ്റെ ട്രെയിനറെയല്ലേ മാറ്റിയത്? അയാളെ കൊണ്ട് നന്ദു മോക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം അവിടെ ട്രെയിനിങ് ക്യാമ്പിലെത്തുന്ന പെൺകുട്ടികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് തോന്നി. അതുകൊണ്ട് അയാൾക്കെതിരെ അന്വേഷണത്തിന് അപേക്ഷ വച്ചത്. അങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും അയാൾ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ടല്ലേ അയാൾക്ക് ട്രാൻസ്ഫർ ഉണ്ടായത്. ആ ക്യാമ്പിലെ എല്ലാ കുട്ടികളും തന്നെ അയാൾക്കെതിരെയാണ് മൊഴി കൊടുത്തത്. പിന്നെ എന്തിനാ അനാമിക മോളിങ്ങനെ വിഷമിക്കുന്നത്? നന്ദുവിൻ്റെ കാര്യം ആയതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അനാമിക പറയണം, അതുകൊണ്ട് തന്നെയാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ നന്നായിട്ട് അറിയാമല്ലേ ഞാനും നന്ദുവും തമ്മിലുള്ള പ്രശ്നം. അനിയാണെ നന്ദുവിൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല, അതുപോലെ നന്ദുവും അനിയുടെ പുറകിൽ നിന്ന് മാറുന്നില്ല. എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുത്തിക്ക് വേണ്ടി സംസാരിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും നാണം തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം, അതിന് ഞാനെതിനാണ് നാണിക്കുന്നത്? നന്ദു മോളും എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ്. പിന്നെ അനിയുമായിട്ടുള്ള പ്രശ്നം അത് എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അത് നന്ദു മോള് അനിയെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. അവൾക്ക് അങ്ങനെ ഒരു താല്പര്യവും ഇല്ല. പിന്നെ അനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പ്രശ്നമാണ്. അത് മാറ്റിയെടുക്കേണ്ടത് മോളല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. അനാമിക പറയാം, ഞാനിനി ഇതിൽ കൂടുതൽ എന്ത് മാറ്റാനാ? ഞാൻ അവനോട് പല രീതിയിൽ സംസാരിച്ച് നോക്കി, അവൻ അടുക്കുന്നില്ല. അവന് നന്ദുവിനെ മാത്രം മതിയെന്നാണ് പറയുന്നത്. എന്നെ ഇനി ഡിവോഴ്സ് ചെയ്യാനുള്ള വക്കി വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശൻ നന്ദുവിനെ സഹായിച്ചത് നന്നായില്ലെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എൻ്റെ ശരിയും തെറ്റും ഒക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. നന്ദുവിനെ പോലെ എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുന്ന ഒരു പെൺകുട്ടിയെ ആ ക്യാമ്പിലിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? ആ ക്യാമ്പിൽ ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് വരുന്ന പെൺകുട്ടികളാണുള്ളത്. അവരുടെ ആത്മബലത്തിനെ കോട്ടം തട്ടുന്ന രീതിയിൽ ഒരു ട്രെയിനർ പെരുമാറാൻ പാടില്ല. അതുകൊണ്ടാണ് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടായിട്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അതിനിപ്പോൾ അനാമിക ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ ട്രെയിനർ പോയിട്ട് വേറൊരു ട്രെയിനർ അവിടെ വരും. വന്നു കഴിഞ്ഞാലും നന്ദു മോളെ SI ആയിട്ട് തന്നെ പുറത്തു വരും. ആ കുട്ടി അതിനുവേണ്ടി ജനിച്ച ഒരു പെൺകുട്ടി തന്നെയാണ്. അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അനിയുടെ പുറകെ നടന്ന് ജീവിതം കഴിക്കാനൊന്നും അല്ല നന്ദു ഇരിക്കുന്നത്. എല്ലാവരുടെയും ന്യായീകരണം ഭയങ്കരമാണ്. എല്ലാവരും കൂടെ അവളെയും ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേന്നൊക്കെ ചോദിച്ച് അനാമികയാണെങ്കിൽ തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോവാണ്. അപ്പം റൂമിൽ ചെല്ലുമ്പോഴാണെങ്കിൽ നമ്മുടെ അനി നല്ല സന്തോഷത്തിലാണ്. അനാമികയാണെങ്കിൽ ആ പാട് വാടിയ മുഖത്തോടു കൂടി വന്ന് കയറുമ്പോൾ തന്നെ അനിക്ക് മനസ്സിലാകുകയാണ് കേട്ടോ, അനാമിക പറഞ്ഞു വിട്ട് ആ ട്രെയിനർ പോയത് കൊണ്ടുള്ള ദേഷ്യമാണെന്നുള്ളത്.
അപ്പോഴേക്കും ഉടനെ അനി ചൊറിഞ്ഞോണ്ട് തന്നെ ചോദിക്കുക, എന്താ നിന്റെ മുഖം അങ്ങ് വാടിയിരിക്കുന്നത്, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പറയാം, എപ്പോഴും ഞാൻ ചിരിച്ച് സന്തോഷിച്ചിരിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നീ അവളെ മറക്ക്, അവളുടെ പുറകെ നടക്കാതിരിക്കെ എന്നൊക്കെ അനാമികയും പറയുക. അപ്പം അനി പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ നടന്നെന്നൊക്കെ ഇരിക്കും, നീ ഇപ്പോൾ ആരുടെ പുറകെ നടന്നിട്ടാ വന്നേന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, നിനക്ക് എന്താ ഇത്ര ദേഷ്യം എന്നല്ലേ ചോദിച്ചോളൂ. എനിക്ക് ശകലം ദേഷ്യമൊക്കെ ഉണ്ട്. നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചിലർ പെരുമാറിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയാണ്. അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടാവേണ്ട കാര്യം എന്താ, നീയാണോ ആ ട്രെയിനറെ നന്ദുവിനെതിരെ പറഞ്ഞ് അവിടെ വിട്ടത്? അപ്പോൾ അനാമിക പറയാം, പിന്നെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ട്രെയിനറെ വിടേണ്ടത് അവളുടെ സ്വഭാവ മഹിമ കൊണ്ടാണ് അയാൾക്ക് ഇഷ്ടപ്പെടാതെ പോയത്. അയാൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ കാണിച്ചു കൂട്ടിയതിൻ്റെ ഫലമാണ്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. മറ്റു പെൺകുട്ടികളോടൊന്നും ഇല്ലാത്ത ദേഷ്യം എന്തുകൊണ്ടാണ് ട്രെയിനറിന് അവളോടുണ്ടായത്? അവളുടെ സ്വഭാവത്തിൻ്റെ മഹിമ കൊണ്ട്. പിന്നെ എന്നെ കുറ്റപ്പെടുത്തണ്ട കേട്ടോ എന്ന് പറയണം. അപ്പോൾ അനി പറയുന്നുണ്ട്, എൻ്റെ പൊന്നനാമികയെ, നീ വെറുതെ കിടന്ന് വീണയിടത്ത് കിടന്ന് ഉരുളാതെ. നിൻ്റെ അച്ഛൻ വേണുവും ആ ട്രെയിനറും അതും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയാം. നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ആ ട്രെയിനർ നന്ദുവിനോട് ഇത്ര മോശമായിട്ട് പെരുമാറിയതെന്നും എനിക്കറിയാം. അയാളെ അവിടെ നിന്ന് കെട്ടിക്കട്ടിച്ചതിനുള്ള ദേഷ്യമല്ലേ നിൻ്റെ മുഖത്ത്? ഏതായാലും നിൻ്റെ അച്ഛൻ്റെ ഒന്നും പ്ലാൻ നടന്നില്ല. നന്ദുവേ വേറെ ആയിട്ടാ, അവൾ SI ആയിട്ട് തന്നെ പുറത്ത് വരും. നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് അനി പറയുമ്പം അനാമികയ്ക്കാണെങ്കിൽ അനിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, നീയേ ഇനിയിപ്പം എന്നെ സഹിക്കാൻ മേലെന്നുണ്ടെങ്കിൽ നീ ഡിവോഴ്സ് താന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുമിച്ചൊരു ജീവിതമൊന്നും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. നിനക്ക് നിൻ്റെ വഴിയെ പോകാം, എനിക്ക് എൻ്റെ വഴിയെ പോകാം. അങ്ങനെയുള്ളപ്പം നീ ആ പേപ്പറിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ ഞാൻ എൻ്റെ വഴിയെ പോയിക്കോളാം. ഓഹോ, അപ്പം ഞാൻ ഡിവോഴ്സ് തന്നിട്ട് വേണം നിനക്ക് അവളോടൊപ്പം ജീവിക്കാൻ, അവളെ വിവാഹം കഴിക്കാൻ. അതിന് വേണ്ടിയിട്ടാണല്ലേ നീ ഇപ്പം ഇങ്ങനെ ചൊറിഞ്ഞു എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഒരു കാര്യം അറിഞ്ഞോ അനി, ഞാൻ ഒരിക്കലും നിനക്ക് ഡിവോഴ്സ് തരാൻ പോകുന്നില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ഈ വീട്ടിൽ നിന്ന് പോകാനും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അനി പറയാണ്, അതൊക്കെ എനിക്കറിയാം, നീ ഇവിടുത്തെ സ്വത്തും പണവും കണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിൻ്റെ മനസ്സിലിരിപ്പോൾ എന്തൊക്കെയാണെന്നും അറിയാം. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല നീ അനിയെന്ന് പറഞ്ഞ് 24 മണിക്കൂറും നടക്കുന്നത്. നിനക്ക് പുറത്ത് പലരുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടെന്നറിയാം. ഇവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കണം, അതല്ലേ നിൻ്റെ ലക്ഷ്യം എന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയാണ് കേട്ടോ, ആണെങ്കിൽ എന്താ, നീയും അങ്ങനെ തന്നെയല്ലേ? നിൻ്റെ ഒരു ഭാര്യയായിട്ട് ഞാനിവിടെ ഉള്ളപ്പം നീ നന്ദുവിൻ്റെ പുറകെയല്ലേ പരസ്യമായിട്ട് നടക്കുന്നത്? ട്രെയിനിങ് ക്യാമ്പിൽ പോലും ചെന്ന് കയറിയെന്ന് പറയുമ്പം നീ എത്രക്കാരനാണ്ടാ? അപ്പോൾ ഞാനും ചിലപ്പോൾ അങ്ങനെയായിരിക്കും എന്ന് പറയാം. അപ്പോൾ അനി പറയാണ്, നീ എങ്ങനെ വേണേലും നടന്നോ, എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ എനിക്കൊരു ഡിവോഴ്സ് തന്നാൽ കുറച്ച് സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ദിവസവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയാണ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീയും നന്ദുവും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡിവോഴ്സ് തന്നാലും തന്നില്ലെങ്കിലും നീയും അവളും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അനാമികയും അനിയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിലും നമ്മുടെ ചന്തുമോളുടെ പിറന്നാളൊക്കെ വരികയാണ് കേട്ടോ. ചന്തുമോളുടെ പിറന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഇന്ന് ചന്തുമോളുടെ പിറന്നാളാണ്, ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതെ, അതുകൊണ്ട് ഞാൻ ആദർശനോട് പറയായിരുന്നു, ഇന്ന് നമുക്ക് മോളെയും കൊണ്ട് അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാ, മോളുടെ പിറന്നാളല്ലേ, നമുക്ക് അവളെയും കൊണ്ടൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറയാം. എന്നിട്ട് പറയുന്നുണ്ട് നയന, അമ്പലത്തിൽ മാത്രമല്ല അവളുടെ അമ്മ അനഘയുടെ അടുത്ത് കൂടി പോകണം, അനഘയെ കൂടെ ഒന്ന് പോയി കാണണം മോളെയും കൊണ്ട് എന്ന് പറയുക. അങ്ങനെ രാവിലെ തന്നെ ആദർശും നയനയും ചന്തുമോളുമായിട്ട് അമ്പലത്തിൽ പോവാണ്. ആ കൂടെ അനഘയുടെ വീട്ടിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനഘയെ ചെന്ന് കണ്ടിട്ട് അനഘയോട് പറയുന്നുണ്ട്, ഇന്ന് മോളുടെ പിറന്നാളല്ലേ, അനഘയ്ക്ക് ഓർമ്മ കാണുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മോള് നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. രാവിലെ ഞങ്ങൾ 2 പേരും കൂടി മോളെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നതാ. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ചെറിയൊരു ഫംഗ്ഷനും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ട്. അനഘ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, മോള് ഞങ്ങളുടെ കൂടെ സ്വന്തം മോളെ പോലെ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ അനഘയോട് പറഞ്ഞിട്ട് അവർ തിരിച്ച് അനന്തപുരിയിലേക്ക് തന്നെ പോരുവാണ് കേട്ടോ.
അങ്ങനെ അനന്തപുരിയിലേക്ക് വരുമ്പോൾ നമ്മുടെ നവ്യയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. നവ്യയുടെ കുഞ്ഞിനെ പരിഗണിക്കുന്നേ ഇല്ല, ചന്തുമോളുമായിട്ട് പോകുന്നു എന്നുള്ളൊരു ഇതൊക്കെയാണ് നവ്യയുടെ മനസ്സിൽ. അപ്പം നവ്യ അബിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ആ ചന്തുമോളുടെ പിറന്നാളാണിന്ന്, അത് ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും കൂടി കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ടില്ലേ, എൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന് കയറിയിട്ട് അതിനെ ഒന്ന് ശരിക്കും ലാളിക്കാൻ പോലും ഇവിടെ ആർക്കും നേരം ഉണ്ടായിട്ടില്ല. ഇപ്പം ചന്തുമോളുടെ പിറന്നാളിന് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ വല്യമ്മയും നയനയും ആദർശും എല്ലാവരും കൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നയനയും ആദർശേട്ടനും കൂടി ആ കൊച്ചിനെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക. നമ്മുടെ കുഞ്ഞിനെ അവരൊന്നും കാണുന്നു പോലുമില്ല. എന്തിന്, നയന എൻ്റെ അനിയത്തിയല്ലേ, അവൾക്ക് പോലും എൻ്റെ കൊച്ചിനോട് താല്പര്യമില്ല എന്നൊക്കെ പറയാം. അപ്പം അബിയും പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ, 24 മണിക്കൂറും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന നീയല്ലേ, ഇപ്പം മനസ്സിലായില്ലേ യഥാർത്ഥത്തിലുള്ള കള്ളന്മാരാരാന്ന്. ആദർശ് ഇത്രയൊക്കെ വലിയ തെറ്റ് ചെയ്തിട്ടും നയന ആദർശിൻ്റെ കൂടെ നിൽക്കുന്നത് ആദർശിൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലേ, ചന്തുമോളെ സ്വന്തം മോളെ പോലെ വളർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത് ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ല നവ്യേ എന്ന് പറയാണ്. അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടട്ടെ, നമുക്കിപ്പോൾ എന്താ എന്ന് അബി പറയാം. അപ്പോൾ നവ്യ പറയാണ്, അതൊന്നും പോരാ, എനിക്കിപ്പോൾ പുറത്ത് പോകണം, നമ്മുടെ കുഞ്ഞുമായിട്ട് നമുക്കും പോകണമെന്ന് പറയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പം നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്, അവൻ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ്, കണ്ടില്ലേ ചന്തുമോളുടെ കയ്യിൽ പിടിച്ച് അവർ രണ്ടുപേരും പോകുന്നത്, അതുപോലെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ രണ്ടുപേരും പോകണം, എനിക്കിപ്പം തന്നെ പോകണം അബി എന്ന് പറയാം. അങ്ങനെ അബിയെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുക. കാരണം ചന്തുമോളുടെ പിറന്നാൾ കൂടി ആയതുകൊണ്ട് ആ സമയത്ത് നമ്മളിവിടെ കാണാൻ പാടില്ല എന്ന് നവ്യ പറയാണ്. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അത് ശരിയാ, ആ പിറന്നാളിൽ നമ്മൾ പങ്കെടുക്കണ്ട, ഇവിടെ വലിയ ഫംഗ്ഷനും കേക്ക് കട്ടിങ്ങും എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് ഞാനും എൻ്റെ കുഞ്ഞും ഈ വീട്ടിലുണ്ടാവില്ല, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്നൊക്കെ പറയാം. അങ്ങനെ നവ്യ അബിയേയും കൂട്ടിയിട്ട് കുഞ്ഞുമായിട്ട് ഇറങ്ങിപ്പോവുക. അപ്പോഴാണ് ചന്തുമോളെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് ആദർശും നയനയും തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെ പോവാ എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ പുറത്തേക്കൊന്നും പോവാ, വീട് വരെയും ഒന്ന് പോകുന്നുണ്ടെന്ന് പറയാണ്. അപ്പം നയന പറയാ, ഇന്ന് ചന്തുമോളുടെ പിറന്നാളല്ലേ ചേച്ചി, ഈ സമയത്ത് നിങ്ങളെന്തിനാ പോകുന്നത്, നമ്മളിവിടെ ഒരു കേക്ക് കട്ടിങ്ങും ചെറിയൊരു സദ്യയും ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെയുള്ളപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ അത് ചന്തുമോൾക്ക് വിഷമാവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയാണ്, ആ വിഷമം അവൾ അങ്ങ് സഹിച്ചോളും, ഇവളുടെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്, ഇവളുടെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, എൻ്റെ കുഞ്ഞിന് കിട്ടാത്ത ഒരു പരിഗണനയും കണ്ടെടുത്തുനിന്ന് വന്നവർക്ക് കൊടുക്കുന്നത് എനിക്ക് കാണാൻ വയ്യ, പിറന്നാൾ ആഘോഷിക്കുകയോ സദ്യ ഉണ്ണുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, അത് നിങ്ങളെല്ലാവരും കൂടി, ഞാനും എൻ്റെ കുഞ്ഞും അതിനിവിടെ കാണില്ലെന്ന് പറയാം. എന്നിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ, കൊച്ചിനെ എടുത്തിട്ട് അബിയും നവ്യയും കൂടെ. അങ്ങനെ ചന്തുമോളുടെ പിറന്നാൾ അവിടെ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. ദേവയാനി, നയനി, ആദർശും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ കൂടി നല്ല രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്ത്. ആ സമയത്ത് നമ്മുടെ നവ്യയും അബിയും കുഞ്ഞും അവിടെ ഇല്ല കേട്ടോ, അവർക്ക് നവ്യയ്ക്ക് അത് കുശുമ്പ് കാരണം നവ്യ പോയതാണ് കേട്ടോ. അങ്ങനെ ചന്തുമോളുടെ പിറന്നാളൊക്കെ അങ്ങനെ കഴിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ല സന്തോഷത്തിൽ തന്നെ അനന്തപുരിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പോവുക. അബിയുടെ കള്ളത്തരങ്ങളൊക്കെ അവിടെ സൈഡിൽ കൂടി നടന്നുകൊണ്ടേയിരിക്കുക. അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യമൊന്നും അതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ, ആരോടും പറഞ്ഞിട്ടുമില്ല, നവ്യയും ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാകുകയാണ്. നന്ദുവിൻ്റെ ട്രെയിനിങ് പൂർത്തിയായി കഴിയുമ്പോൾ നന്ദുവിന് നാട്ടിൽ തന്നെ ഒരു പോസ്റ്റിങ്ങും കിട്ടുകയാണ് SI ആയിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നന്ദു കനകയെ വിളിച്ചിട്ട് പറയാണ്, അമ്മേ എൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, അടുത്ത ദിവസം തന്നെ ഞാൻ തിരിച്ചു വരും, പോസ്റ്റിങ്ങും ആയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയാണെന്ന് പറയാം. അപ്പോൾ കനക പറയാണ്, മോളെ സന്തോഷമായി, നീ ദൂരോട്ട് എവിടെയെങ്കിലും പോകുമെന്നൊക്കെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടിയല്ലോ, ഇതിപ്പം അഭിമാനമൊന്നും ഇല്ല എന്നൊക്കെ പറയാം. അതുപോലെ നന്ദു ആ കാര്യം വിളിച്ച് നയനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. നയനയാണെ ആദർശിനോട് പറയാം, നന്ദുവിന് നമ്മുടെ നാട്ടിൽ തന്നെ SI ആയിട്ട് പോസ്റ്റിങ് കിട്ടിയത്, അവൾ ഒരുപാട് സഹിച്ചതായി ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എന്തായാലും നന്ദുമോന് സന്തോഷമായി എന്നൊക്കെ പറയാണ്. അങ്ങനെ നന്ദു അടിപൊളിയായിട്ട് പോസ്റ്റിംഗ് ഒക്കെ കിട്ടി വരികയാണ്. അങ്ങനെ അനന്തപുരിയിലേക്കും എത്തുന്നുണ്ട് കേട്ടോ. അനന്തപുരിയിൽ എത്തുമ്പം നമ്മുടെ ദേവയാനിയാണെങ്കിൽ നന്ദുവിനൊരു നല്ല സ്വീകരണമൊക്കെ കൊടുക്കുകയാണ്, സദ്യയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ അനാമികയ്ക്ക് അങ്ങ്
സഹിക്കുന്നില്ല. അനാമിക പറയാണ്, എന്തിനാ ഇവളെ വിളിച്ച് ഇവിടെ സദ്യ കൊടുക്കുന്നത്? ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. വല്യമ്മ എന്നെ തോപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയാ, അല്ല മോളെ, നന്ദു നയനയുടെ അനിയത്തിയല്ലേ, നവ്യയുടെ അനിയത്തിയല്ലേ. അവൾക്ക് ഇങ്ങനെ ഒരു കാര്യം സഹായിച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആ കുഞ്ഞു വന്ന് ഇവിടെ വന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതിന് മോക്കെന്താ പ്രശ്നം എന്നൊക്കെ അനാമികയോട് ചോദിക്കുക. അനാമികയാണ് ആ സമയം വീട്ടിലേക്ക് പോവുകയും ചെയ്യാണ്. അതിനൊക്കെ ശേഷം നന്ദു SI ആയി കഴിയുമ്പോഴേക്കും നന്ദുവിൻ്റെ മനസ്സിൽ മുഴുവനുണ്ട് കേട്ടോ, ചന്തുമോളുടെ അച്ഛൻ ആരാണ് എന്ന് കണ്ടെത്തണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പണ്ട് പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് അനാമികയും അവളുടെ അമ്മയുമാണെന്ന് നന്ദുവിനറിയാം. അതുപോലെ പല കള്ളത്തരങ്ങളും വേണു ചെയ്തിട്ടുണ്ടെന്നും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫയല് നന്ദുവിൻ്റെ മേശപ്പുറത്ത് വരുന്നത്. പരിശോധിക്കുമ്പം അത് അനാമികയുടെ അച്ഛൻ വേണുവിൻ്റെ ഒരു കേസാണ് കേട്ടോ. പഴയൊരു ഫ്രോഡ് കേസാണ്, ആരെയൊക്കെയോ പണം വാങ്ങി പറ്റിച്ച കേസ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പം നന്ദു ഓർക്കുവാണ്, ദൈവമേ, ഇയാൾ ഇത്രയ്ക്കൊരു കള്ളനായിരുന്നോ എന്ന് ഓർക്കുവാണ്. ഇതൊക്കെ അറിയാതെയാണല്ലോ അനാമികയെ വിവാഹം കഴിച്ചത്. അനന്തപുരിക്കാരെ ചതിക്കുകയായിരുന്നല്ലോ ഇവര്. അപ്പോൾ അവിടെ നടന്ന പല കള്ളത്തരങ്ങൾക്കും കാരണം വേണു തന്നെ ആയിരിക്കും. ഇതുപോലൊരു ഫ്രോഡാണ്. അതുപോലെ അയാളുടെ മകൾ അനാമികയും ഒരുപാട് പേരെ പറ്റിച്ച് പണം വാങ്ങിയിട്ടൊക്കെ ഉള്ള ആളാണെന്നൊക്കെ അറിയാണ്. അപ്പം നന്ദുവിന് തെളിവുകളെല്ലാം കിട്ടുകയാണ്. അപ്പം നന്ദു കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ വേണുവിനെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുവാണ്. വേറൊരു കേസിൽ, ഒരു പണം തട്ടിപ്പ് കേസിൽ. അങ്ങനെ ആ വേണുവും രേവതിയും അനാമികയും ഒക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതും അനന്തപുരിയിൽ വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു അവിടെ യൂണിഫോമിൽ കയറി വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദുമോനെ ഈ യൂണിഫോമിലൊക്കെ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം, ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യുന്നതിനെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, അതാരെയാ മോളെ, ആരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ദേ ഈ വേണു, ഇയാളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മുത്തശ്ശ. ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടി വന്ന ബന്ധമാണിത്. ഈ കുടുംബത്തിനോട് ഇയാൾ ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങളാണ്. കള്ളപ്പേര് പറഞ്ഞ് ഈ കുടുംബത്തിലുള്ളവരെ പറ്റിച്ചാണ് അനാമികയെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട്. ഇയാളുടെ പേരിൽ ഒന്നല്ല, ഒരു 100 കേസുകളാണുള്ളത്. അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം എന്ന് പറയാണ്. അപ്പം മുത്തശ്ശനൊക്കെ അന്തിച്ച് പോവാണ് കേട്ടോ, എന്താ ഇതെന്നുള്ള രീതിയിൽ. അപ്പം നന്ദു കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയുകയാണ്. എന്നിട്ട് വേണുവിനെ കുത്തിന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലുള്ള കാര്യങ്ങളാണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്